ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ. അപ്പോൾ ഇന്ന് നമുക്ക് താഴെയായിരുന്നു, മോളെ വല്യച്ഛൻ്റെ വീട്ടിലായിരുന്നു നമുക്കിന്ന് ഓണം ഉണ്ടായിരുന്നത്, ഉത്രാടം. അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈയും തൈരും സാമ്പാറും ചോറും എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ ശരിക്കൊരു സദ്യയിൽ നോൺ വെജും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് അവിടെ നിന്നായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. നല്ല പായസം ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിച്ച് യുവമോക്ക് ഞാൻ വാരി കൊടുത്തു. പിന്നെ വേദൂട്ടനാണെങ്കിൽ നിലത്തിരുന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒറ്റയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞു ഞാൻ വാരിത്തരാമെന്ന്. അങ്ങനെ സുമാച്ചി വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അവൻ കഴിക്കുന്നൊന്നുമില്ല, എന്താണെന്നറിയില്ല. ഇന്ന് പിള്ളേർക്കൊന്നും ഒന്നും വേണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഓണപ്പട്ടം വന്നത് കേട്ടോ. നമ്മുടെ ഇങ്ങോട്ട് ഓണപ്പട്ടം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ റാശി ഉണ്ടായിരുന്നു. ഓണപ്പട്ടൻ വന്നു. താഴെ വീട്ടിലാണ്, നമ്മൾ മേലെ നമ്മളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെയും കൂടെ കാണാൻ വേണ്ടിയിട്ട് അവർ താഴോട്ട് വന്നു. അപ്പോൾ കുറേ പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മോളെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മമ്മ അരിയൊക്കെ കൊടുത്ത് വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ ശശിയേട്ടൻ്റെ മോനും കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ അവർക്ക് പൈസയും അരിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർ നമ്മൾ അനുഗ്രഹിക്കുകയും പൂവ് ഇങ്ങനെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു മോൾ ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷേ ഒരു കുഴപ്പമില്ല, അവൾ ഫുൾ ഹാപ്പി ആയിരുന്നു. അവരെടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കുറച്ച് സമയം സുരേട്ടനും റാശിയും എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്ത് പിന്നെ സുരേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവരോട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവളിങ്ങനെ നോക്കുവാണ്, ഇതെന്താണ് ഈ കൊട എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാലോ, ഇന്ന് ഒത്തിരി ഹാപ്പിയായിരുന്നു. ഇന്ന് ഇവിടെ അമ്മയില്ലായിരുന്നു, അമ്മേൻ്റെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അമ്മ വന്ന്. അങ്ങനെ അവർ തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ തിരിച്ച് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വണ്ടി റെഡിയാക്കാൻ പോയായിരുന്നു. ഏട്ടൻ വന്നു, ചോറൊക്കെ കഴിച്ചു. ഞാനും ഏട്ടനും കൂടെ ഒരുമിച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അടുത്ത വിശേഷമായി അടുത്ത വീഡിയോ കാണാം.